പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാനും തമ്മിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ഉടലെടുത്തിരിക്കുന്ന കടുത്ത വാക്പോര് മിഡിൽ ഈസ്റ്റിലെ സമാധാന ശ്രമങ്ങളെ വീണ്ടും കനത്ത അനിശ്ചിതത്വത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇരുവിഭാഗവും തമ്മിൽ തുടരുന്ന ഈ രൂക്ഷമായ വാക്പ്രയോഗങ്ങൾ നയതന്ത്ര മേഖലയിൽ പുതിയ പോർമുഖം തുറന്നിരിക്കുന്നു. പ്രകോപനപരമായ പ്രസ്താവനകളിലൂടെയും പരസ്യമായ മുന്നറിയിപ്പുകളിലൂടെയും ഇരു രാജ്യങ്ങളും തങ്ങളുടെ നിലപാടുകൾ കൂടുതൽ കർക്കശമാക്കുമ്പോൾ അത് മേഖലയിലെ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കൂടുതൽ വഷളാക്കുകയാണ് ചെയ്യുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴി പുറത്തുവിട്ട ഒരു കുറിപ്പാണ് നിലവിലെ ഈ കടുത്ത തർക്കങ്ങൾക്ക് പെട്ടെന്ന് തീ കൊളുത്തിയത്. ലെബനനിലെ ഹിസ്ബുള്ളയുടെ സൈനിക നീക്കങ്ങളെ നിയന്ത്രിക്കാൻ ഇറാൻ അടിയന്തരമായി ഇടപെടണമെന്നാണ് ട്രംപ് തന്റെ പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടത്. ഹിസ്ബുള്ള നടത്തുന്ന ആക്രമണങ്ങൾ ഇനിയും തുടരുകയാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതം അതീവ ഗുരുതരമായിരിക്കുമെന്ന കടുത്ത ഭീഷണിയും ട്രംപ് ഇറാന് നേരെ ഉയർത്തുകയുണ്ടായി. ട്രംപിന്റെ ഈ പരസ്യമായ മുന്നറിയിപ്പ് ടെഹ്റാനെ പൂർണ്ണമായും പ്രകോപിപ്പിച്ചു എന്ന് വ്യക്തമാക്കുന്ന പ്രതികരണമാണ് പിന്നീട് ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ട്രംപ് ഉപയോഗിച്ച ഭാഷ തികച്ചും നയതന്ത്ര വിരുദ്ധമാണെന്ന് കുറ്റപ്പെടുത്തിയ ഇറാൻ ഔദ്യോഗികവും ശക്തവുമായ ഭാഷയിലാണ് ഇതിന് മറുപടി നൽകിയത്. മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേൽ നടത്തുന്ന എല്ലാത്തരം അധിനിവേശങ്ങൾക്കും ആക്രമണങ്ങൾക്കും പിന്നിൽ അമേരിക്കയുടെ അന്ധമായ പിന്തുണയാണെന്ന് ഇറാൻ തങ്ങളുടെ പ്രസ്താവനയിലൂടെ തുറന്നടിച്ചു. ഇസ്രായേലിനെ മുൻനിർത്തി അമേരിക്ക നടത്തുന്ന കളി ഇനി അനുവദിക്കില്ലെന്ന കടുത്ത നിലപാടാണ് ഇറാൻ സ്വീകരിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ വാക്പോര് കേവലം പ്രസ്താവനകളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല, മറിച്ച് അത് നിലവിലുള്ള നയതന്ത്ര ചർച്ചകളെ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ് എന്നതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ആഴ്ചയിലെ കടുത്ത സൈനിക ഏറ്റുമുട്ടലുകൾക്ക് ശേഷം ഇരുവിഭാഗവും തമ്മിൽ ഒപ്പുവെച്ച താൽക്കാലിക സമാധാന കരാറിന്റെ അടുത്ത ഘട്ടങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ സ്വിറ്റ്സർലൻഡിൽ വെച്ച് ഇരു രാജ്യങ്ങളുടെയും ഉന്നത ഉദ്യോഗസ്ഥർ യോഗം ചേരുന്ന വേളയിലാണ് ഈ പുതിയ പ്രതിസന്ധി രൂപപ്പെടുന്നത്. ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലുണ്ടായ ഈ പരസ്യമായ വാക്പോര് ചർച്ചാമേശയിലെ അന്തരീക്ഷം പൂർണ്ണമായും വഷളാക്കിയിരിക്കുകയാണ്. സ്വിറ്റ്സർലൻഡിൽ നടക്കുന്ന ഈ നയതന്ത്ര ചർച്ചകളിൽ മിഡിൽ ഈസ്റ്റിലെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നിർണായകമായ പല തീരുമാനങ്ങളും ഉണ്ടാകുമെന്നാണ് രാജ്യാന്തര സമൂഹം പ്രത്യാശിച്ചിരുന്നത്. താൽക്കാലികമായി ഉണ്ടാക്കിയെടുത്ത സമാധാന കരാറിനെ ഒരു സ്ഥിരമായ ഉടമ്പടിയാക്കി മാറ്റുന്നതിനുള്ള വഴികളായിരുന്നു നയതന്ത്രജ്ഞർ പ്രധാനമായും ആലോചിച്ചിരുന്നത്. എന്നാൽ ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ കടുത്ത സമ്മർദ്ദ തന്ത്രങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്നും വലിയ പ്രതിരോധം ക്ഷണിച്ചു വരുത്തുകയായിരുന്നു. അതേസമയം സ്വിറ്റ്സർലൻഡ് ചർച്ചകൾക്ക് സമാന്തരമായി ലെബനനിലും ഇസ്രായേലിലും ഹിസ്ബുള്ളയും തമ്മിൽ തുടരുന്ന കടുത്ത പോരാട്ടം ഈ താൽക്കാലിക സമാധാന കരാറിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. അതിർത്തികളിൽ ദിവസേന എന്നോണം റോക്കറ്റ് ആക്രമണങ്ങളും വ്യോമാക്രമണങ്ങളും പതിവായി നടക്കുന്നുണ്ട്. ഒപ്പുവെക്കപ്പെട്ട കരാറിലെ വ്യവസ്ഥകൾ പലതും ലംഘിക്കപ്പെടുന്ന തരത്തിലാണ് നിലവിൽ ലെബനൻ അതിർത്തിയിലെ സൈനിക നീക്കങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇത് സമാധാന ഉടമ്പടിയുടെ സുസ്ഥിരതയെക്കുറിച്ച് കടുത്ത ആശങ്കകളാണ് ഉണ്ടാക്കുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ നയതന്ത്ര ചർച്ചകളുടെ വിജയം എന്നത് ലെബനനിൽ ഉണ്ടാകുന്ന ശാശ്വതമായ ഒരു വെടിനിർത്തലുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. ലെബനനിലെ ആക്രമണങ്ങൾ പൂർണ്ണമായും നിർത്തലാക്കാതെ അമേരിക്കയുമായി യാതൊരു വിധത്തിലുള്ള ശാശ്വത കരാറിനും തങ്ങൾ തയ്യാറല്ലെന്ന് ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞു. ലെബനനിലെ തങ്ങളുടെ സഖ്യശക്തികളെ സംരക്ഷിക്കുക എന്നത് ഇറാന്റെ പ്രാദേശിക നയങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറാകില്ല. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ലെബനനിൽ തുടരുന്ന അതിരൂക്ഷമായ ആക്രമണങ്ങളിൽ ഇതിനകം തന്നെ ആയിരക്കണക്കിന് സാധാരണക്കാരായ മനുഷ്യരാണ് കൊല്ലപ്പെട്ടത്. വൻതോതിലുള്ള നാശനഷ്ടങ്ങളും ലക്ഷക്കണക്കിന് ആളുകളുടെ പലായനവും ആ രാജ്യത്തെ കടുത്ത മാനുഷിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. ഈ വൻ നാശത്തിന് ഉത്തരവാദികളായ ഇസ്രായേലിന് സൈനികവും സാമ്പത്തികവുമായ എല്ലാ സഹായങ്ങളും നൽകുന്നത് അമേരിക്കയാണെന്ന വസ്തുതയാണ് ചർച്ചകളിൽ നിന്നും പിന്നോട്ട് പോകാൻ ഇറാനെ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം. അമേരിക്കൻ ഭരണകൂടം ഇസ്രായേലിന് നൽകുന്ന അമിതമായ പ്രാധാന്യവും പിന്തുണയുമാണ് മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ നീണ്ടുപോകാൻ കാരണമെന്ന നിലപാടിൽ ഇറാൻ ഉറച്ചു നിൽക്കുന്നു. ട്രംപ് ഭരണകൂടം തങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒരു കരാറിലും ഒപ്പുവെപ്പിക്കാമെന്ന് കരുതേണ്ടതില്ല എന്നാണ് ഇറാന്റെ മുതിർന്ന നേതാക്കൾ വ്യക്തമാക്കുന്നത്. സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് വഴങ്ങി തങ്ങളുടെ പ്രാദേശിക താൽപര്യങ്ങൾ ബലികഴിക്കാൻ ഇറാൻ ഒരിക്കലും തയ്യാറാകില്ലെന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. സ്വിറ്റ്സർലൻഡിലെ ചർച്ചാ ഹാളുകളിൽ US പ്രതിനിധികളും ഇറാൻ പ്രതിനിധികളും തമ്മിൽ നേർക്കുനേർ വലിയ തർക്കങ്ങൾക്കാണ് ഈ പുതിയ സംഭവ വികാസങ്ങൾ കാരണമായിരിക്കുന്നത്. ഒരു വശത്ത് സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുകയും മറുഭാഗത്ത് കടുത്ത ഉപരോധങ്ങളെക്കുറിച്ചും സൈനിക നീക്കങ്ങളെക്കുറിച്ചും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന അമേരിക്കൻ നയം ഇരട്ടത്താപ്പാണെന്നാണ് ഇറാൻ ആരോപിക്കുന്നത്.
ട്രംപിന്റെ പ്രസ്താവനകൾ നയതന്ത്ര ചർച്ചകളുടെ അന്തസ്സും വിശ്വാസ്യതയും തകർക്കുന്നതാണെന്നാണ് ഇറാന്റെ വാദം. അതേസമയം ട്രംപിന്റെ ഈ കടുത്ത നിലപാടിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം അമേരിക്കയിലുണ്ട്. ഇറാനെ പോലെയുള്ള രാജ്യങ്ങളോട് മൃദു സമീപനം സ്വീകരിക്കുന്നത് മേഖലയിൽ അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ മാത്രമേ സഹായിക്കൂ എന്നാണ് ഇവർ വാദിക്കുന്നത്. ഹിസ്ബുള്ളയ്ക്കും മറ്റ് സായുധ ഗ്രൂപ്പുകൾക്കും നൽകുന്ന പിന്തുണ ഇറാൻ അവസാനിപ്പിച്ചാൽ മാത്രമേ മിഡിൽ ഈസ്റ്റിൽ യഥാർത്ഥത്തിലുള്ള സമാധാനം സാധ്യമാകൂ എന്ന നിലപാടാണ് വൈറ്റ് ഹൗസ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. നിലവിലെ ഈ രാഷ്ട്രീയ വാക്പോര് മിഡിൽ ഈസ്റ്റിലെ സഖ്യകക്ഷികളായ രാജ്യങ്ങളെയും കടുത്ത ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. ഒരു പുതിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ അത് മേഖലയിലെ എണ്ണ ഉൽപാദനത്തെയും സാമ്പത്തിക ഭദ്രതയെയും സാരമായി ബാധിക്കുമെന്ന് അവർ ഭയപ്പെടുന്നു. ചർച്ചകൾ പരാജയപ്പെടുകയാണെങ്കിൽ താൽക്കാലികമായി ലഭിച്ച ഈ സമാധാന അന്തരീക്ഷം ഇല്ലാതാകുകയും അതിർത്തികളിൽ വീണ്ടും വലിയ രീതിയിലുള്ള രക്തച്ചൊരിച്ചിലിന് അത് കാരണമാവുകയും ചെയ്യും. അന്താരാഷ്ട്ര നിരീക്ഷകരുടെ വിലയിരുത്തൽ പ്രകാരം ട്രംപും ഇറാനും തമ്മിലുള്ള ഈ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ വരും ദിവസങ്ങളിൽ കൂടുതൽ കടുത്ത ഉപരോധങ്ങളിലേക്കോ അല്ലെങ്കിൽ പ്രകോപനപരമായ സൈനിക നീക്കങ്ങളിലേക്കോ വഴിമാറാൻ സാധ്യതയുണ്ട്. നയതന്ത്രത്തിന്റെ വാതിലുകൾ അടയുന്നത് മേഖലയിലെ സുരക്ഷാ ക്രമീകരണങ്ങളെ പൂർണ്ണമായും തകിടം മറിക്കും. സമാധാന കരാറുകൾ യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ഇരുവിഭാഗവും തങ്ങളുടെ കടുത്ത നിലപാടുകളിൽ നിന്ന് അല്പമെങ്കിലും പിന്നോട്ട് പോകേണ്ടതുണ്ട്. സ്വിറ്റ്സർലൻഡിൽ നടക്കുന്ന ഉന്നതതല ചർച്ചകളുടെ ഭാവി ഇപ്പോൾ പൂർണ്ണമായും കരിനിഴലിലാണ്. ട്രംപിന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റും അതിന് ഇറാൻ നൽകിയ കടുത്ത മറുപടിയും കേവലം വാക്കുകളുടെ യുദ്ധം മാത്രമല്ല, മറിച്ച് അത് മിഡിൽ ഈസ്റ്റിന്റെ വരാനിരിക്കുന്ന ഭാവിയെ നിർണയിക്കുന്ന ഒന്നാണ്. ലെബനനിലെ അക്രമങ്ങൾക്ക് അറുതി വരാതെയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിശ്വാസക്കുറവ് പരിഹരിക്കപ്പെടാതെയും ഒരു ശാശ്വത സമാധാനം എന്നത് വിദൂരമായ ഒരു സ്വപ്നമായി മാത്രം അവശേഷിക്കാനാണ് സാധ്യത.